കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ആശങ്കകൾ എന്നോട് പങ്കുവയ്ക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാരൻറ്റിങ് സ്ട്രാറ്റജിയാണ്. ഞാനൊരു ജെൻറ്റിൽ പാരൻ്റ് ആണോ, ഫ്രീ റേഞ്ച് പാരൻറ്റിങ് ആണോ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. കാരണം ലോകത്ത് എത്ര അച്ഛന്മാരും അമ്മമാരും ഉണ്ടെന്നല്ല, ലോകത്ത് എത്ര മക്കളുണ്ടോ അത്രയും പാരൻറ്റിങ് സ്ട്രാറ്റജീസും ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ 4 പേർക്കും 4 വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പോൾ 4 പേർക്കും 4 വ്യത്യസ്ത രീതിയിലുള്ള പാരൻറ്റിങ് മോഡാണ്. ആസ് എ പാരൻറ്റ് ഞാൻ കോമൺ ആയിട്ട് പാലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം അവർക്ക് നമ്മളോട് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നത് ഒരുപക്ഷെ വളരെ ചെറുതും സില്ലിയുമായ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അവർക്ക് നമ്മളോട് പറയാനുള്ളത് അവരുടെ ചിന്തയ്ക്കും പ്രായത്തിനും ഒക്കെ ഒപ്പിച്ച് വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും പറയാൻ വരുമ്പം ഞാനും അതേ സീരിയസ്നെസ്സിൽ അത് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർക്കും തോന്നും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വാല്യൂ ഉണ്ട്, നമ്മളിലൊരു ട്രസ്റ്റൊക്കെ വരും, വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും അവർക്ക് തോന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എത്ര സോഫ്റ്റ് ആണോ, ഞാൻ എത്ര ഫ്രണ്ട്ലി ആണോ എന്നുള്ളതിനേക്കാളും ഉപരി ആവശ്യം വേണ്ടുന്ന സമയത്ത് കൃത്യമായി അമ്മ എന്ന ലേവലിൽ ഞാൻ ഇടപെടാറുണ്ട്. ഞാൻ ഇത്രയും നാളും ജീവിച്ചപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ അവിടെയല്ലേ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ അവരുടെ എത്ര വലിയ ഫ്രണ്ടാണെങ്കിലും നമ്മളോട് അവരെന്തെല്ലാം പറഞ്ഞാലും നമ്മൾ അവരോടൊപ്പം എത്രയൊക്കെ കളിക്കാൻ കൂടിയാലും അവർക്ക് അവരുടെ പ്രായത്തിലുള്ള പിയർ ഫ്രണ്ട്സ് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടും സന്തോഷവും കൂട്ടുകെട്ടും കുട്ടിത്വവും ഒക്കെ വളരെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് എപ്പോഴും ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറയാറുണ്ട്. പിന്നെ എല്ലാ അമ്മമാരും സ്വാർത്ഥരാണ്, ഞാനും സ്വാർത്ഥയാണ്. അത് എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്നുള്ള വാശിയൊന്നും അല്ല കേട്ടോ. എൻ്റെ മക്കൾ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളാണ്. അവരുടെ ഈ പ്രായത്തിൽ അവരെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഒപ്പം കളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഒപ്പം കൂട്ടുകൂടാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് അവർക്ക് ഭക്ഷണവും അവർക്ക് സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റും. അതായത് അവർക്കിപ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടെ റിസോഴ്സസ് അവൈലബിൾ ആണ്. അവരുടെ ലൈഫിലുണ്ടാകുന്ന മോശം അവസ്ഥകൾ, തോൽവികൾ, പേടികൾ, ചമ്മലുകൾ, മെൽറ്റ് ഡൗൺസ്, അവരുടെ ബ്രേക്കപ്സ്, അങ്ങനെ അവർക്ക് പുറത്ത് പറഞ്ഞാൽ മോശം തോന്നുന്നു എന്ന് സ്വയം തോന്നുന്ന കുറേ കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറയാനുള്ളൊരു സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് അത് ഞാനായിരിക്കണം എന്നാണ് എൻ്റെ സ്വാർത്ഥത. അതിനുള്ളൊരു സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും അവരെ കൈകാര്യം ചെയ്യാറുള്ളത്. പാരൻറ്റിങ് എന്ന് പറയുന്നത് ആരും പഠിച്ചിട്ടോ അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ടോ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ. എനിക്ക് വർക്കായത് നിങ്ങൾക്കോ, നിങ്ങൾക്ക് വർക്കായത് എനിക്കോ വർക്കാവില്ല. അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാനും നമ്മൾ വഴിയെ പഠിക്കുന്ന ഒരു കാര്യമാണെന്നേ. അവരെ നോക്കുമ്പോൾ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണമെന്ന് മാത്രം. കാരണം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നിങ്ങളിപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. അതിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഹാപ്പി പാരൻറ്റിങ്.